അതിലൊരു ചോദ്യം എന്താണ്, ബ്ലഡ് പ്രഷറും പൾസും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നാണ്. വ്യത്യാസമുണ്ട്. പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാർട്ട് ബീറ്റിന്റെ സമയത്ത് ആർട്ടീരിയൽ വോളിൽ അനുഭവപ്പെടുന്ന പ്രഷറാണ് എന്ത്, പൾസ് അല്ലേ. ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രഷറാണ്. രണ്ടും വ്യത്യാസമില്ലേ? രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ, രണ്ടും രണ്ടാണ്. ഓക്കെ, അതിൻ്റെ ആൻസർ മറ്റേ അതിൻ്റെ ഡി തന്നെ വരുന്നുണ്ട് കേട്ടോ. പൾസ് എന്താണ്, ബ്ലഡ് പ്രഷർ എന്താണെന്ന് വരുന്നുണ്ട്. അത് നോക്കി നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടി ചേർന്ന് ഒരു ഇത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, പട്ടികയൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. കുട്ടിയുടെ പേര് എഴുതാം, പിന്നെന്താണ് വിശ്രമാവസ്ഥയിൽ വ്യായാമത്തിന് ശേഷം പൾസ് നിരക്കും അതുപോലെ തന്നെ നോക്കി എഴുതാനാണ് പറയാം. അപ്പോൾ ഒന്നാമത്തെ കുട്ടീനെ നമ്മൾ വിളിച്ചു, നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആവട്ടെ, അവരെന്താണ് വിശ്രമാവസ്ഥയിൽ ഒരു 5 മിനിറ്റൊക്കെ വിശ്രമിച്ച ശേഷം, കസാരയിൽ നിന്ന് വിശ്രമിച്ച ശേഷം പ്രഷർ നോക്കുമ്പോൾ എന്തായിരിക്കും, ഹൃദയസ്പന്ദന നിരക്ക് എത്രയായിരിക്കും, നോർമലായിരിക്കും അല്ലേ. ഇനി വ്യായാമത്തിന് ശേഷമോ റെസ്റ്റ് ഒന്നും എടുക്കാണ്ട് നോക്കുമ്പോൾ എന്തായിരിക്കും, ഹാർട്ട് ബീറ്റ് കൂടിയിട്ടുണ്ടായിരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ ഓടുമ്പോഴൊക്കെ കിതയ്ക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് ടപ്പടേന്ന് കിടക്കൂല. പിന്നെ നമ്മൾ പേടിച്ച് കഴിഞ്ഞാലൊക്കെ നമ്മുടെ ഹൃദയ ബീറ്റിൻ്റെ ഹാർട്ട് ബീറ്റ് കൂടൂലേ. അപ്പോൾ ഒക്കെ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുതലായിരിക്കും, നമ്മുടെ പ്രഷർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇപ്പം നമ്മൾ സ്റ്റെപ്പൊക്കെ കയറാം, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തായിരിക്കും, പ്രഷർ കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ വീട്ടിലുള്ള അമ്മമാരോടൊക്കെ എന്ത് പറയണം, പ്രഷർ നോക്കാൻ പോകുമ്പോൾ ചെന്നിട്ട്, ഇപ്പോൾ നമ്മൾ ആശുപത്രി ചെല്ലുമ്പോഴായാലും പ്രഷർ എൻ്റെ നോക്ക് ഡോക്ടറേ എന്ന് പറഞ്ഞ് ഓടിച്ചല്ലോ. അപ്പോൾ സിസ്റ്റർ പറയും കുറച്ചേരം അവിടെ ഇരിക്കുമെന്ന് അറിയാം. നമ്മൾ പറയും എന്തുകൊണ്ട് സിസ്റ്ററാണ് ഇവിടെ ഇരിക്കാൻ പറഞ്ഞെന്ന് പറയും. എന്തിനു വേണ്ടിയിട്ടത്, നിങ്ങൾ നടന്ന് അത്രയും വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങളെ ഹാർട്ട് ബീറ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും, നിങ്ങളുടെ പ്രഷർ അപ്പോൾ കൂടുതലായിരിക്കും. നിങ്ങൾ കുറച്ചേരം അവിടെ റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രഷർ നോക്കുമ്പോൾ എന്തായിരിക്കും, നോർമലായിട്ടുള്ള പ്രഷർ. മനസ്സിലായി? അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് തെറ്റിപ്പോവും. അതുകൊണ്ടാണ് അവർ 5 മിനിറ്റ് അവിടെ ഇരിക്കാൻ പറയണത്. അപ്പോൾ നമ്മൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുക. അപ്പം നമുക്ക് മനസ്സിലാവും അല്ലേ, വ്യായാമം ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ പൾസ് പ്രഷറൊക്കെ കൂടുതലായിരിക്കും. അല്ലാത്ത സമയത്ത് എന്തായിരിക്കും, അത് നോർമലായിരിക്കും. കുറവായിരിക്കും എന്നല്ല കേട്ടോ പറയണ്ടേ, നോർമലായിരിക്കും. അപ്പോൾ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ എന്താണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റോളിക് പ്രഷർ എന്താണ്, ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. സിസ്റ്റോളിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൃദയം കോൺട്രാക്ട് ചെയ്യുക അല്ലേ, സങ്കോചിക്കുക. അപ്പം എന്താണ്, അവിടെ പ്രഷർ കൂടാണ് അല്ലേ. ഞെക്കുമ്പോൾ നമ്മുടെ ബലൂണൊക്കെ പിടിച്ച് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, വെള്ളം നിറച്ച് അമർത്തി കഴിഞ്ഞാൽ അവിടെ പ്രഷർ കൂടല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹാർട്ടും കോൺട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടാണ്. ആ പ്രഷർ നോർമൽ എത്രയാണ്, 120 ആണ് കേട്ടോ. നമ്മൾ കോൺട്രാക്ട് ചെയ്യുമ്പോഴുള്ള പ്രഷറിനെയാണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഇനി വികസിക്കുന്നല്ല പറയണ്ടേ, റിലാക്സ് ചെയ്യാണ്. ഓക്കെ, റിലാക്സ് ചെയ്യുമ്പോഴത്തെ പ്രഷർ എത്രയാണ്, 80 ആണ്. അതിനെയാണ് നമ്മൾ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയാം അല്ലേ. അതിങ്ങനെ കോൺട്രാക്ട് ചെയ്തു, പിന്നെ അതെന്ത് ചെയ്യാണ്, അത് റിലാക്സ് ചെയ്യണം. അത് സാധാരണ ഇതിലേക്ക് എത്തി അല്ലേ, നോർമലിലേക്ക് എത്തി. റിലാക്സ് ചെയ്യുന്നതാണ് അതിനെ പറയാം, റിലാക്സ് ചെയ്യുക. അപ്പോൾ എന്താണത്, 80 ആയി. അപ്പോഴത്തെ പ്രഷർ എത്രയായിരിക്കണം, 80 ആയിരിക്കണം. അതാണ് നോർമൽ നമ്മളുടെ പ്രഷർ. 120 80 എന്ന് നമ്മൾ പറയാം അല്ലേ, 80 120 അങ്ങനെയാണ് പറയാം, 80 120. ഇനി പ്രഷർ നോക്കാനുള്ള ഉപകരണത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും, സിഗ്മോ മാനോമീറ്റർ. സ്പെല്ലിങ് പറയുന്നത് പോലെയല്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒന്ന് എഴുതി പഠിക്കണം കേട്ടോ. വലിയ കുട്ടിയെന്ന് പറഞ്ഞ് നാണക്കേടൊന്നും വിചാരിക്കേണ്ട കേട്ടോ. സിഗ്മോ മാനോമീറ്റർ അതെന്താണ്, 2 തരത്തിലുണ്ട് അല്ലേ. ഇപ്പോൾ ഡിജിറ്റലായിട്ട് നമ്മുടെ അറിയാനായിട്ട് എളുപ്പമാണ് അല്ലേ, ഡിജിറ്റൽ ഇതിലുണ്ട്. പണ്ട് നമ്മുടെ ആ ഒരു പ്രഷർ കെട്ടി സ്റ്റെതസ്കോപ്പൊക്കെ വെച്ചിട്ടായിരുന്നു നോക്കിയിരുന്നത്. ഇപ്പോഴും അങ്ങനത്തെ അവൈലബിൾ ആണ്. ഇപ്പോൾ 2 തരത്തിലുള്ളതുണ്ട്. ഡിജിറ്റലായിട്ടും നമുക്ക് നമ്മുടെ പ്രഷർ അറിയാൻ പറ്റും. അതിന് പറയാം ഡിജിറ്റൽ BP അപ്പാരറ്റസ്. ഡിജിറ്റൽ BP അപ്പാരറ്റസ്. ഇനി അവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ റീസൺ ഓഫ് ദ വേരിയേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ, ഹൗ ഡസ് ഇറ്റ് അഫക്റ്റ് ദ ബോഡി, ഫൈൻഡ് ഔട്ട്. നമ്മുടെ ബ്ലഡ് പ്രഷറിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്തുകൊണ്ടൊക്കെയാണ്, എങ്ങനെയാണ് നമ്മുടെ അത് ബോഡിയെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞത്. നമ്മൾ ഓടാ ചാടാ അങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ബ്ലഡ് പ്രഷർ കൂടുന്നത് എന്തുകൊണ്ടായിരിക്കും, നമ്മൾ ഊർജം ആവശ്യമാണ് അല്ലേ. ആ സമയത്ത് നമുക്ക് എനർജി വേണം. അപ്പം മോർ എനർജി അവിടെ എന്താണ് യൂസ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ആ ഓരോ ശരീരഭാഗങ്ങളുടെയും സെൽസിന് എന്ത് വേണ്ടി വരാണ്, ഓക്സിജൻ ആവശ്യം വരാണ്. അപ്പോൾ ഓക്സിജൻ എത്തിക്കാൻ എന്ത് ചെയ്യണം, സ്പീഡിൽ വേഗത്തിൽ അവിടേക്ക് ബ്ലഡ് എത്തണം. അതുകൊണ്ടാണ് ബ്ലഡ് പ്രഷർ കൂടുന്നത്. പിന്നെ പ്രായമായവർക്ക് എന്തുകൊണ്ടാണ്, അവിടെ മസിൽസ് ഡാമേജ് ആയതുകൊണ്ടും ബ്ലഡ് പ്രഷറിൽ വ്യത്യാസങ്ങൾ വരാം.
ഡബിൾ സർക്കുലേഷൻ, നമ്മുടെ ഹാർട്ട് എങ്ങനെയാണ് ഡബിൾ സർക്കുലേഷനാണ് അവിടെ നടക്കുന്നത് അല്ലേ. ഒന്ന് പൾമനറി സർക്കുലേഷനും രണ്ടെന്താണ് സിസ്റ്റമിക് സർക്കുലേഷനും. ഈ ഒരു ചിത്രം നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ ഹാർട്ടിൻ്റെ സർക്കുലേഷനെ കുറിച്ചോ അല്ലെങ്കിൽ എന്ത് കുറിച്ച് ചോദിച്ചാലും നമുക്ക് ഏതിലൂടെയാണ് ഏത് ബ്ലഡ് വരുന്നത് അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വരാം. അപ്പം ഈ ഒരു പിക്ചർ നല്ല മനപ്പാടാക്കി വെക്കാം കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് പൾമനറി ആർട്ടറി. കണ്ട അതിന് ലങ്സിൽ നിന്നും ഹാർട്ടിലേക്ക് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് കൊണ്ടുവരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് പൾമനറി വെയിൻ ആണ്. എവിടേക്കാണ് വരുന്നത് ലെഫ്റ്റ് എട്രിയത്തിലേക്കാണ്, മനസ്സിലായില്ലേ. പിന്നെ ലെഫ്റ്റ് അട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എത്തി. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട വഴി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡിയിലേക്ക് എത്തി. ആ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ബോഡിയിൽ നിന്നും ഓക്സിജനൊക്കെ യൂസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും മറ്റുള്ളതും കൂടുതലുള്ള ബ്ലഡ് എവിടേക്ക് എത്താണ് ന്യൂട്രിയൻസ് ഒക്കെ കൂടുതലുള്ള ബ്ലഡ് നമ്മളുടെ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനാക്കാവ വഴി എവിടേക്ക് എത്താണ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്താണ്. ഓക്കെ, അപ്പം റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് നിന്നുള്ള ബ്ലഡ് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മളുടെ ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ വീനാക്കാവയാണല്ലേ. എന്നിട്ട് ആ ബ്ലഡ് എവിടേക്ക് എത്തും എൻട്രിക്കിളിലേക്ക് എത്തും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് റൈറ്റ് അട്രിയത്തിലേക്ക് എത്തും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും റൈറ്റ് അട്രിയത്തിലേക്ക് എത്തും. എന്നിട്ട് റൈറ്റ് അട്രിയത്തിൽ നിന്നും എവിടേക്കാണ് എത്തുന്നത് ലങ്സിലേക്കാണ് എത്തുന്നത്. അപ്പം റൈറ്റ് സൈഡിൽ എന്താണ് ട്രൈകസ്പിഡ് വാൽവാണ്, ലെഫ്റ്റ് സൈഡിൽ എന്താണ് ബൈകസ്പിഡ് വാൽവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് തരത്തിലുള്ള സർക്കുലേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഒന്ന് പൾമനറി സർക്കുലേഷൻ എന്ന് പറയും, അതെന്തുകൊണ്ടാണ് ലങ്സിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് അല്ലേ. രണ്ടാമത്തെ എന്താണ് നമ്മൾ ബ്ലഡ് ഓർഗൻസ് നമ്മുടെ ഡിഫറെൻറ്റ് പാർട്സിൽ അവിടേക്കൊക്കെ ബ്ലഡ് എത്തിക്കുന്നതാണ്. അതാണ് സിസ്റ്റമിക് പര്യയനം അല്ലെങ്കിൽ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റമിക് സർക്കുലേഷനും ഉണ്ട് പൾമനറി സർക്കുലേഷൻ ഉണ്ടെന്ന് പഠിച്ചല്ലേ. അപ്പൊ സിസ്റ്റമിക് സർക്കുലേഷൻ എവിടെ നിന്നാണ് തുടങ്ങുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി ബോഡി പാർട്സ് അയോട്ട വഴി ബോഡി പാർട്സിൽ എത്തിയിട്ട് എവിടെ ചെന്ന് അവസാനിക്കും റൈറ്റ് അട്രിയത്തിൽ അവസാനിക്കും അല്ലെ. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നേരെ എവിടേക്ക് എത്തും റൈറ്റ് അട്രിയത്തിലേക്ക് എത്തും. ഇനി പൾമനറി സർക്കുലേഷൻ മുകളിൽ കണ്ടത് അതെവിടെ നിന്നാ തുടങ്ങുക റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് അല്ലെ. ഓക്സിജൻ കുറവുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള ബ്ലഡ് ആണ് അവിടെ റൈറ്റ് വെൻട്രിക്കിളിൽ. അത് ഏത് വഴി പോവാണ് പൾമനറി ആർട്ടറി വഴി എവിടേക്കെല്ലും ലങ്സിലേക്ക് എത്തി. ലങ്സിൽ നിന്ന് പിന്നെ എവിടെ ചെന്ന് അവസാനിക്കും ലെഫ്റ്റ് സൈഡിലുള്ള അട്രിയത്തിലേക്ക് അവസാനിക്കും. ഓക്കെ, അത് ആ പിക്ചർ നിങ്ങൾ ഓർത്തിട്ട് ഒരു 2-3 പ്രാവശ്യം അത് വരച്ച് പഠിക്കുക. എന്നിട്ട് അതിൻ്റെ പേരും എഴുതാം. പിന്നെ ഒരിക്കലും തെറ്റൂല. ഓക്കെ, ഹാർട്ട് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് കൊടുക്കാൻ സഹായിക്കുന്ന ഒരു ഓർഗനാണ് ഹാർട്ട് അല്ലേ. അപ്പം ഹാർട്ടിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഹാർട്ടിനെ ദോഷമായി ബാധിക്കുക എന്തൊക്കെയാണ് ലാക്ക് ഓഫ് എക്സസൈസ് ഫസ്റ്റ് തന്നെ അല്ലേ. നമ്മൾ വ്യായാമം ചെയ്യാതിരിക്കുമ്പോൾ എന്താണ് ഹാർട്ടിൻ്റെ ഹെൽത്തിനെ അത് എഫക്റ്റ് ചെയ്യും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത് അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്. നമ്മൾ ആരോഗ്യമില്ലാത്ത ഫുഡുകൾ നല്ല ഫുഡുകളല്ലാതെ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ഇതൊക്കെ കഴിച്ചാൽ ഹാർട്ടിന് മാത്രമല്ല കിഡ്നി നമ്മുടെ പല ഓർഗൻസിനെയും എഫക്റ്റ് ചെയ്യുന്നതാണ് അല്ലേ. അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ് ആണ് സ്മോക്കിംഗ് പുകവലി അല്ലെ. പുകവലി എന്താണ് ആരോഗ്യത്തിന് ഹാനികരമാണ്. പിന്നെ ആൽക്കഹോളിസം അല്ലെങ്കിൽ ആൽക്കഹോള് മദ്യപാനം എന്താണ് ആരോഗ്യത്തിന് ഹാനികരമാണ്. പിന്നെ എക്സസീവ് സ്ട്രെസ്സ് നമ്മുടെ മാനസികമായിട്ട് ഭയങ്കര ടെൻഷനൊക്കെ അടിക്കുന്നത് എന്താണ് നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണ്. പിന്നെ ഓവർ വെയ്റ്റ് നമ്മളെ അമിതവണ്ണം അതും എന്താണ് ആരോഗ്യത്തിന് ഹൃദയാരോഗ്യത്തിന് ഹാനികരമായ കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് സ്മോക്കിങ് ആൽക്കഹോള് ഓവർ വെയ്റ്റ് അൺഹെൽത്തി ഫുഡ് ലാക്ക് ഓഫ് എക്സസൈസ് അല്ലേ. ഇതൊക്കെ എന്താണ് പുകവലി മദ്യപാനം മാനസിക പിരിമുറുക്കം പിന്നെ അമിതമായ ഭാരം ഇതൊക്കെ നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ദോഷകരമായ കാര്യങ്ങളാണ്. ആരോഗ്യത്തിന് എന്തൊക്കെ വേണം നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക ഫസ്റ്റ് അല്ലേ. നമ്മുടെ ഭയങ്കരമായിട്ടുള്ള എക്സസൈസ് അല്ല ആരോഗ്യകരമായ രീതിയിലുള്ള എക്സസൈസുകൾ നമ്മുടെ ഹാർട്ടിന് കിഡ്നി ലിവർ എല്ലാത്തിനും നല്ലതാണ്.
പിന്നെന്താണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ഹൃദയാരോഗ്യത്തിന് ആവശ്യമായ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. പിന്നെ നമ്മൾ ആൽക്കഹോള് കാര്യങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. സ്മോക്കിങ്, ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. അതൊക്കെ എന്താണ് നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഹൃദയാരോഗ്യത്തിന് എന്തൊക്കെ വേണം എന്നുള്ളത് ഈ ബോക്സിൽ നോക്കി തന്നെ നിങ്ങൾക്ക് എഴുതിക്കൂടെ. എക്സസൈസ് അങ്ങനെ ഇങ്ങനെ. അപ്പോൾ മറ്റേതാണെങ്കിൽ എന്താണ്, ലാക്ക് ഓഫ് എക്സസൈസ്, ഓപ്പോസിറ്റ് ആക്കി എഴുതാം അല്ലേ. ഓക്കെ. അൺഹെൽത്തി ഹാബിറ്റ് അങ്ങനെയൊക്കെ ആരോഗ്യം തകർക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഇത് നോക്കി എഴുതാൻ. മനസ്സിലായില്ലേ? പിന്നെന്താണ്, റെഡ്യൂസിങ് മെൻ്റൽ സ്ട്രെങ്ത്, നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കുക. അതൊക്കെ എന്താണ്, നമ്മുടെ ഹൃദയാരോഗ്യത്തിന് വേണ്ട കാര്യങ്ങളാണ്. പിന്നെന്താണ്, റെഗുലേറ്റ് ദ ബോഡി വെയ്റ്റ്, നമ്മുടെ BMI, നമ്മളുടെ ഹൈറ്റിനും നമ്മുടെ വയസ്സിനും അനുസരിച്ചിട്ടുള്ള വെയ്റ്റ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അതൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ശീലങ്ങളാണ്. ആരോഗ്യത്തിനല്ലാന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതി വയ്ക്കാം കേട്ടോ. നമ്മുടെ ലോക ഹൃദയ ദിനം, വേൾഡ് ഹാർട്ട് ഡേ എന്നാണ്. സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ ആയിട്ട് ആചരിക്കുന്നത്. നമ്മളുടെ ഇനി ഇതിൽ 2 വാക്കുകൾ പഠിക്കാനുള്ളത് ആർത്തിരോസ്ക്ലീറോസിസും കൊറോണറി ത്രോംബോസിസാണ്. എന്താണ് ആർത്തിരോസ്ക്ലീറോസിസ് എന്ന് വെച്ചാൽ? രണ്ടാമത്തെ പാരഗ്രാഫിലുണ്ട്, കൺസ്യൂമിങ് ടു മച്ച് ഓഫ് ഫാറ്റി ഫുഡ് കോസസ് ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ ദ ആർട്ടീരിയൽ വാൾസ്. ദിസ് ലീഡ് ടു എ കണ്ടീഷൻ കോൾഡ് ആർട്ടീരിയോസ്ക്ലീറോസിസ്. അപ്പം നമ്മൾ ഒരുപാട് ഫാറ്റ് അടങ്ങിയ ഫുഡ് കഴിച്ചാൽ ഈ ഫാറ്റുകളൊക്കെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും അല്ലേ, ഡെപ്പോസിറ്റ് ചെയ്യും. എവിടെയൊക്കെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുക? നമ്മളുടെ ആർട്ടീരിയൽ വോൾസിൽ അല്ലേ. നമുക്കറിയാം വോൾസ്, വെയിൻസ് നമ്മൾ പഠിച്ചില്ലേ, കാപ്പിലറീസ്, ആർട്ടറീസ് ഒക്കെ പഠിച്ചില്ലേ. അപ്പോൾ ആർട്ടീരിയൽ വോൾസിൽ ഇതെന്ത് ചെയ്യാണ്, ഈ ഫാറ്റുകൾ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം എന്താ, ചെറിയൊരു കുഴൽ പോലെയാണല്ലേ നമ്മുടെ ബ്ലഡ് വെസലൊക്കെ. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫാറ്റ് അടിഞ്ഞ് വരുമ്പോൾ എന്ത് സംഭവിക്കും, ഞരമ്പിൻ്റെ അല്ലെങ്കിൽ ഈ ആർട്ടീരിയൽ ഞരമ്പിൻ്റെ എന്ത് സംഭവിക്കുകയാണ്, അതിൻ്റെ വ്യാസം കുറയാണ്, ഈ ഉള്ളിലുള്ള സ്ഥലം കുറഞ്ഞു വരും അല്ലേ. അപ്പം ബ്ലഡ് ഫ്ലോക്ക് അതെന്ത് സംഭവിക്കും, തടസ്സമാവത്. അപ്പം ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുക, ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് ഒന്ന് എഴുതി പഠിക്കണം കേട്ടോ. ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ആർട്ടീരിയൽ വോൾസിൽ എന്തടിയാണ്, കൊഴുപ്പ് വന്നടിയുന്ന അവസ്ഥയെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. As a result of this, blood is clotted in the coronary artery. അപ്പോൾ കൊറോണറി ആർട്ടറിയിൽ എന്ത് സംഭവിക്കുകയാണ്, ഇതിൻ്റെ ഫലമായിട്ട് അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ തുടങ്ങും. ഇതെന്താണ്, ലീഡ്സ് ടു ദ കണ്ടീഷൻ കോൾഡ് കൊറോണറി ത്രോംബോസിസ്. അപ്പോൾ കൊറോണറി ആർട്ടറിയിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൊറോണറി ത്രോംബോസിസ്. അപ്പം ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർട്ടറിയുടെ വോൾ അല്ലെ, ആ ഞരമ്പിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാണ്, കൊഴുപ്പടിയുന്ന അവസ്ഥയാണ് നമ്മൾ ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്ന് പറയാം. അതേ സ്ഥാനത്ത് കൊറോണറി വോളിൽ, കൊറോണറി ആർട്ടറിയിൽ എന്ത് സംഭവിക്കണം, കൊറോണറി ആർട്ടറിയിൽ ആ ഒരു കൊഴുപ്പ് അടിഞ്ഞതിൻ്റെ ഫലമായിട്ട് അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ തുടങ്ങും. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കൊറോണറി ത്രോംബോസിസ് എന്ന് പറയുന്നത്. രണ്ടും മനസ്സിലായില്ലല്ലേ? മറ്റേത് ആർട്ടറി വോൾസിൽ ഫാറ്റ് അടിയുന്നത്, രണ്ടാമത്തെ എന്താണ്, കൊറോണറി ആർട്ടറിയിൽ ബ്ലഡ് ക്ലോട്ട് ആവുന്ന കണ്ടീഷൻ. അത് ആർട്ടീരിയോസ്ക്ലീറോസിസിന്റെ ഫലമായിട്ടാണ് കൊറോണറി ആർട്ടറിയിൽ എന്ത് സംഭവിക്കുന്നത്, ബ്ലഡ് ക്ലോട്ട് ആവുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യാണ്, ദിസ് ഇൻ ടേൺ മേ കോസ് ഓഫ് ഹാർട്ട് അറ്റാക്ക്. ഇത് ഹാർട്ട് അറ്റാക്കിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കാം, ഹാർട്ട് അറ്റാക്ക്, ഹൃദയസ്തംഭനം, ഹൃദയാഘാതത്തിന് കാരണമായേക്കാം. അപ്പോൾ പിന്നെന്താണ്, മസ്തിഷ്കത്തിലെ രക്തക്കുഴൽ ഉണ്ടാക്കുന്ന തടസ്സവും രക്തക്കുഴൽ പൊട്ടുന്നതും എന്തിന് കാരണമാവും, സ്ട്രോക്കിന് കാരണമാവും. സ്ട്രോക്ക് എന്ന് പറയുന്നത് ഹൃദയത്തിലെ ഞരമ്പ് പൊട്ടുന്നതല്ല, എവിടത്തേതാണ്, തലച്ചോറിലെ മസ്തിഷ്കത്തിലെ ഞരമ്പുകൾ ചെറുതോ വലുതോ, ചെറുതൊക്കെ ആണെങ്കിൽ വലിയ വിഷയമില്ല, കുഞ്ഞു ഞരമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ചിരിക്കുമ്പോഴത്തും നമുക്ക് ചെറിയ ചെറിയ കാപ്പിലറീസ് പൊട്ടുന്നുണ്ടെന്നാണ് പറയാം. പക്ഷെ ഇച്ചിരി വലിയതൊക്കെ ആയിട്ട് പൊട്ടാണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഞരമ്പ് പൊട്ടി എന്ത് സംഭവിക്കുക,
അതിൽ നിന്ന് ബ്ലഡ് പോവല്ലേ. ബ്ലഡ് ഇങ്ങനെ എന്ത് സംഭവിക്കും, നമ്മുടെ ഈ തലച്ചോറിൻ്റെ ഉള്ളിൽ മുഴുവൻ വന്ന് ഫില്ല് ചെയ്യും. മുഴുവൻ അല്ല, ആ ഒരു എവിടെയാണോ പൊട്ടിയത് ആ ഭാഗത്ത് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ വരാൻ തുടങ്ങും. ബ്ലഡ് ഫ്ലോ വരും അല്ലേ. അപ്പോൾ ഈ ബ്ലഡ് നമ്മുടെ ആ സെല്ലുമായിട്ട് മസ്തിഷ്കത്തിലെ കോശവുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ എന്ത് സംഭവിക്കണം, ആ ഭാഗമൊക്കെ ഡെഡായി പോവും. അപ്പോൾ നമ്മൾ ഒരുപാട് വൈകിയൊക്കെ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും, അങ്ങനെയൊക്കെ മരണം സംഭവിക്കും. പിന്നെന്താണ്, ചിലത് ആ ഒരു ഭാഗത്തെ ഏത് ഭാഗമാണോ തലച്ചോറ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ നിയന്ത്രണമാണ് ഏറ്റെടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടും. അപ്പം നമ്മുടെ ഒരു ലെഫ്റ്റ് സൈഡിലത്തെ നിയന്ത്രണം നോക്കുന്ന ഒരു മസ്തിഷ്ക ഭാഗത്താണ് ആ ഞരമ്പ് പൊട്ടി അവിടുത്തെ കോശങ്ങൾക്ക് നാശം സംഭവിച്ചെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ആ ഭാഗത്തെ തളർന്നു പോവും, കയ്യും കാലൊക്കെ തളർന്നു പോവും. ഇനി ചിലപ്പോൾ മുഖത്ത് എന്താ കോടലൊക്കെ വരും, സംസാരശേഷി പോവും. കണ്ടിട്ടില്ലേ സ്ട്രോക്ക് വന്നിട്ട് നിങ്ങൾ ആൾക്കാർ ചിലവർക്ക് നടക്കാൻ പറ്റാതായി പോയി തളർന്നൊക്കെ കിടക്കണ കണ്ടിട്ടില്ലേ. അത് മസ്തിഷ്കത്തിലെ ഞരമ്പ് പൊട്ടുന്നതാണ്. പൊട്ടുമ്പോൾ എന്ത് സംഭവിക്കും, ആ ഒരു ഏരിയയിൽ മുഴുവൻ ബ്ലഡ് സ്പ്രെഡായി അവിടുത്തെ കോശങ്ങൾ നശിക്കും. നമുക്കറിയാലേ തലച്ചോറിലെ കോശങ്ങൾ ഓരോ ഭാഗവും ഓരോ ഭാഗത്തെ ഫങ്ഷനുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് ഭാഗത്തെ ഞരമ്പാണോ പൊട്ടുന്നത് അതനുസരിച്ചിട്ട് ആ ഭാഗത്തുള്ള കോശങ്ങൾ നശിച്ചാൽ മാത്രമേ ഉള്ളൂ. നശിച്ചാൽ എന്ത് സംഭവിക്കും, ആ ഭാഗത്തെ നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടും. ചിലപ്പോൾ കാഴ്ചശക്തി ആവാം, അല്ലെങ്കിൽ മിക്കതും തളരലാണ് സംഭവിക്കാറ്. ഒരു വശം മുഴുവൻ എന്ത് ചെയ്യും, പാരലൈസ് ചെയ്തു പോകും. നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ആവശ്യമായ ഓക്സിജനുകൾ അല്ലെങ്കിൽ മറ്റുള്ള പോഷക ഘടകങ്ങൾ എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ ഹാർട്ടും ബ്ലഡ് വെസൽസും ഒക്കെ സഹായത്താലാണ് അല്ലേ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടതെല്ലാം എത്തുന്നത്. അതുപോലെ ശരീരത്തിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റുകൾ പുറത്തേക്ക് തള്ളാൻ സഹായിക്കുന്നതും അത് സെല്ലിൽ നിന്ന് കളക്ട് ചെയ്യുന്നതും എന്താണ്, ഈ ട്രാൻസ്പോർട്ട് മുഖേന തന്നെയാണ്. അപ്പം ഇതേപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസമാണ് ആര്, പ്ലാന്റ്സ്. അപ്പം അവയിലും അതുപോലെ ഒരു സിസ്റ്റം ഉണ്ടാവണം വേണ്ടേ, ചെടികൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാനും പിന്നെ ചെടികൾക്ക് വേണ്ട ആഹാരങ്ങൾ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കാനും വേണ്ട സംവിധാനം ആരിലും ഉണ്ടാവണം, സസ്യങ്ങളിലും ഉണ്ടാവണം. അപ്പം അതിനവിടെ സഹായിക്കുന്ന 2 സംവഹന കലകൾ, വാസ്കുലാർ ടിഷ്യൂസ് ഏതൊക്കെയാണ്, സൈലവും ഫ്ലോയവുമാണ്. ഒരെണ്ണത്തിൻ്റെ പേര് എന്താണ്, സൈലം, ഒരെണ്ണത്തിൻ്റെ പേര് ഫ്ലോയം. അപ്പം സൈലം എക്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. അപ്പം സൈലം എന്താണ്, നമ്മളുടെ അല്ല പ്ലാന്റ്സിൻ്റെ ജലവും ലവണവും, അതായത് റൂട്ട് വഴി പ്ലാന്റ്സ് എന്ത് വലിച്ചെടുക്കുന്നുണ്ട്, മണ്ണിലുള്ള ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുക്കുന്നുണ്ട്. ഈ ജലം പ്ലാന്റിൻ്റെ ഇലകളിലേക്ക് അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ സഹായിക്കുന്നത് ആരാണ്, സൈലമാണ്. ഓക്കെ, സൈലം വഴിയാണ് പ്ലാന്റ് ജലവും ലവണവും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ, ആര് വഴിയാണ്, സൈലം വഴിയാണ്. അപ്പോൾ ഫ്ലോയത്തിൻ്റെ പണി എന്താണ്, ഫ്ലോയം ഫുഡ് ലീഫിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫോട്ടോസിന്തസിസ് വഴി അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഗ്ലൂക്കോസ് എന്താക്കി മാറ്റും, സൂക്രോസ് ആക്കി മാറ്റും. ഗ്ലൂക്കോസിന് എന്താക്കി സൂക്രോസ് ആക്കിയിട്ടാണ് മാറ്റുക. ഈ സൂക്രോസ് ആണ് അവയ്ക്ക് എന്ത് ചെയ്യുക, പ്ലാന്റ്സ് ആഗിരണം ചെയ്യാൻ സഹായിക്കുക. കാരണം ഗ്ലൂക്കോസ് വെള്ളത്തിൽ പെട്ടെന്ന് അലിഞ്ഞു പോകും. അപ്പോൾ ആ ഗ്ലൂക്കോസ് നമ്മൾ ഈ ചെടി ഗ്ലൂക്കോസ് ആക്കി തന്നെ ചെടികളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും, വെള്ളത്തിൽ അലിഞ്ഞത് പോവല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെന്താക്കി മാറ്റും, ഈ ഗ്ലൂക്കോസിനെ സൂക്രോസ് ആക്കി മാറ്റും. ഈ സൂക്രോസിനെയാണ് എന്ത് ചെയ്യുന്നത്, പ്ലാന്റ് എല്ലായിടത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ. അപ്പോൾ ആഹാരമായ ലീഫിലുണ്ടായ ആഹാരം ഈ പ്ലാന്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്, ഫ്ലോയമാണ്. ഓക്കെ, ആരാണ്, ഫ്ലോയമാണ്. വെള്ളവും ലവണങ്ങളും റൂട്ടിൽ നിന്നും പ്ലാന്റിലേക്ക് എത്തിക്കുന്നത് ആരാണ്, സൈലം വഴിയാണ്. ഓക്കെ, വെള്ളം വാട്ടറും ലവണങ്ങളും ആരാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആരാണെന്ന് പറയും, സൈലമാണ്. ഫുഡ് ലീഫിൽ നിന്നും എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് ആരാണ്, ഫ്ലോയമാണ്. ഓക്കെ, ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീഫ് ടു ഓൾ പാർട്ട്. ഓക്കെ, അപ്പോൾ ലീഫിൽ നിന്നും എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നു ആര്, ഫ്ലോയം. മനസ്സിലായില്ലേ. അപ്പോൾ സൈലം ഉണ്ട് ഫ്ലോയം ഉണ്ടെന്ന് മനസ്സിലായില്ലേ. സൈലം വെള്ളമാണ്, വെള്ളവും സാൾട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കും. ഫ്ലോയം ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കും. അത്രയും മനസ്സിലായില്ലേ.
ഇനി സൈലത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് എന്താണ്? ഡെഡ് സെൽസ് ആണ്. ഓരോ പ്ലാന്റിലും സൈലവും ഫ്ലോയും വ്യത്യസ്ത രീതിയിലായിരിക്കും കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കണേ. എന്നുവെച്ചാൽ മോണോകോട്ടിലിടൻ, ഡൈക്കോട്ടിലിടൻ, പുല്ലുകളിൽ, വലിയ മരങ്ങളിൽ ഒക്കെ അങ്ങനെ വ്യത്യസ്ത രീതികളിലായിരിക്കും. അപ്പോൾ വലിയ വലിയ മരത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ ഉള്ളിലായിരിക്കും ആരിയിരിക്കുന്നത്? സൈലം ഇരിക്കുന്നത്. ഫ്ലോയം അതിന് പുറമേ ആയിട്ട് കേട്ടോ. അപ്പോൾ സൈലം എന്താണ്? ഡെഡ് സെല്ലാണ്. സൈലം എന്താണ്? ഡെഡ് സെൽസ് ആണ്. ഓക്കെ, സൈലത്തിൻ്റെ ഘടന നമുക്ക് പഠിക്കാം. നമ്മൾ മരമൊക്കെ മുറിക്കുമ്പോൾ നടുക്ക് ഇങ്ങനെ കണ്ടിട്ടില്ലേ? നടുക്കുള്ളത് വേറൊരു സംഭവമാണ്. അതിന് ചുറ്റുമായിട്ട് സൈലം കാണാം. സൈലത്തിന് ചുറ്റുമായിട്ട് ആരുണ്ട്? ഫ്ലോയും ഉണ്ട്. ഓക്കെ, നോക്കിയേ, സൈലത്തിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്, ഫ്ലോയത്തിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. സൈലം എന്ന് പറയുന്നതിൽ എന്തൊക്കെയുണ്ട്? ട്രക്കീഡ്സും വെസൽസും ഉണ്ട്. കാരണം ട്രക്കീഡ്സ് എന്ന് പറയുന്നത് കണ്ടില്ലേ, ഒരു പച്ച കളറിലുള്ളതും വെസൽസ് എന്ന് പറയുന്നത് ആ ബ്ലൂ കളറിൽ കാണുന്നതാണ്. ട്രക്കീഡ്സ് ആണെങ്കിലും വെസൽസ് ആണെങ്കിലും എന്താണ്? ഡെഡ് സെൽസ് ആണ്. ഓക്കെ, സൈലം എന്താണ്? ഡെഡ് സെൽസ് ആണെന്ന് ചിന്തിക്കുക. അതിലൂടെ എന്താണ്? വാട്ടറും സാൾട്ടൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. റൂട്ടിൽ നിന്ന് ചെടി വലിച്ചെടുക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്? ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ട്രക്കീഡ്സ്, ഡെഡ് സെൽസ് ഫോം ദ സ്മോൾ വെയിൻ ഓഫ് ലീവ്സ് അലോങ് ദ സ്പിൻഡിൽ ഷേപ്പ്ഡ്. നമുക്കത് ലീഫിൽ കാണുന്ന ആ വെയിനുകളൊക്കെ ഇല്ലേ, അതൊക്കെ എന്തെയാണ്? ട്രക്കീഡ്സ് ആണ്. ഓക്കെ, ഇനി വെസൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഡ് സെൽസ് ആണ്. ആസ് ദ ക്രോസ് വാൾ ഹാവ് ബീൻ ഡിസൻറ്റിഗ്രേറ്റഡ് ലുക്ക് ലൈക്ക് ലോങ് പൈപ്പ്. കണ്ടില്ലേ, വലിയ അത് വെച്ചിട്ട് മണ്ണൊക്കെ ഉണ്ടല്ലേ, വലിയൊരു പൈപ്പ് പോലെയാണ് ആരെ കാണപ്പെടാ? വെസൽസിനെ കാണാം. അത് ഡെഡ് സെൽസ് ആയതുകൊണ്ട് അതിൻ്റെ ഇടയിലുള്ളതൊക്കെ എന്തായിട്ടുണ്ട്? ഡെഡ് ആയതുകൊണ്ട് ഡിസൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, മാഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് എന്താണ്? ഒരു ലോങ് പൈപ്പായിട്ടാണ് കാണുന്നത്. ട്രക്കീഡ്സും വെസൽസും. ഇനി അടുത്തത് എന്താണ്? ഫ്ലോയം എന്ന് പറയുന്നത് ഡെഡ് സെൽസ് അല്ല. ഫ്ലോയത്തിൽ കൂടെ എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഫുഡ്. ആരുണ്ടാക്കിയ ഫുഡ്? ലീഫിലുണ്ടാക്കിയ ഫുഡിനെ എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സീവ്സ്, നാളിയും സഹകോശവുമാണ് ആരുടേത്? ഫ്ലോയത്തിൻ്റെ. സീവ്സ്, ട്യൂബ്സ്, കമ്പാനിയൻ സെൽസ്. സീവ്സ്, ട്യൂബ്സ് ആൻഡ് കമ്പാനിയൻ സെൽസ് ആണ് ആർക്കുള്ളത്? ഫ്ലോയത്തിനുള്ളത്. ഒന്നിനു മുകളിൽ ഒന്നായി അടക്കി വെച്ചിരിക്കുന്ന കുറുകെയുള്ള ഭിത്തിയിലെ സുഷിരങ്ങളിലൂടെ കോശദ്രവ്യം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ആഹാര തന്മാത്രകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നു. നിങ്ങൾ ആ ഫ്ലോയത്തിൻ്റെ ചിത്രം നോക്കിയേ കണ്ട, അതിൽ ഒരെണ്ണം, അതിൻ്റെ ഇടയിൽ വേറൊരെണ്ണം, അതിൻ്റെ ഇടയിൽ വേറൊരെണ്ണം, കണ്ടില്ലേ? അപ്പം ഇവ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്താണ്? അതിൻ്റെ ഇടയിൽ ഓരോരോ ഓട്ടകളുണ്ട്. മനസ്സിലായോ? നമ്മൾ ഇങ്ങനെ ഒരെണ്ണം ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം റെക്റ്റാങ്കുലർ ഷേപ്പിൽ, പിന്നെ അതിൻ്റെ ഇടയിലത്തെ ഹാഫുള്ളൂ റെക്റ്റാങ്കുലർ ഷേപ്പ് കാണിക്കുന്നത്. ആ ചിത്രത്തിൽ കണ്ടില്ലേ? അതിൻ്റെ നടുക്ക് 2 വരകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നുണ്ടല്ലേ? എന്നിട്ട് എന്താണ്? അതിൻ്റെ ഇടയിൽ കുറച്ച് സുഷിരങ്ങൾ, ഓട്ടകളുണ്ട്. ഈ സുഷിരങ്ങൾ വഴി എന്താണ്? ഇവയുടെ സൈറ്റോപ്ലാസം, നമുക്കറിയാം ഒരു സെല്ലിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? സൈറ്റോപ്ലാസം ഉണ്ട് അല്ലേ, കോശദ്രവ്യമുണ്ട്. ഇവ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓരോ കോശത്തിൻ്റെ ദ്രവ്യങ്ങളും തമ്മിൽ ഇവയ്ക്ക് എന്താണ്? ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? സുഗമമായിട്ട് അതിനുള്ളിൽ കൂടെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പോവാൻ സാധിക്കും. മനസ്സിലായല്ലേ? അവിടെ അല്ലാതെ ക്ലോസ് ചെയ്തിരിക്കല്ല. അപ്പം അതിൻ്റെ പേരിൽ തന്നെ ഇവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നോക്കുമ്പോൾ ക്ലോസ് ആയതുപോലെ തോന്നലാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? കുഞ്ഞു കുഞ്ഞ് സുഷിരങ്ങളുണ്ട്. എല്ലാം തമ്മിൽ വേർപെട്ട് തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെ ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കാൻ എന്താണ്? അതിൻ്റെ ഇടയിൽ കണ്ട സുഷിരങ്ങളുണ്ട്. ചിത്രം നല്ലോണം നോക്കിയ മക്കൾ അപ്പം മനസ്സിലാവും. ആ സുഷിരങ്ങളിൽ കൂടി എന്താണ്? എളുപ്പത്തിൽ അതിന് എന്ത് പറ്റും? ഫുഡ് ഉണ്ടാക്കിയ ഫുഡിന് കടന്നു പോവാനായിട്ട് സാധിക്കും. അതാണ് എന്ത്? സീവ്സ് നാളി, സീവ്സ് ട്യൂബ്സ്. കണ്ടില്ലേ? സീവ്സ് ട്യൂബ്സിന് കണ്ടില്ലേ? ആ ഒരു ഓറഞ്ച് പോലത്തെ കളറിലുള്ളതാണ് കേട്ടോ. ഇനി അടുത്തത് ഒരു ബ്ലൂ കളറിൽ കാണുന്നതാണ് കമ്പാനിയൻ സെൽസ്, സഹകോശം. സഹകോശം എന്ന് പറഞ്ഞാൽ എന്താണ്? സീവ്സ് നാളിയോട് ചേർന്ന് ആഹാര സംഭവത്തിന് സഹായിക്കുന്നു. 2 പേരും എന്ത് തന്നെയാണ് ചെയ്യുന്നത്? നമ്മുടെ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് സഹായിക്കുന്നത്. ആരാണത്? ഫ്ലോയമാണ് കേട്ടോ.
ഇനി ഒരു കാര്യം പറയട്ടെ, നമ്മുടെ സൈലത്തിന് ആകെ മുകളിലേക്ക് മാത്രം മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിളിന്. അതിൻ്റെ ഉള്ളിൽ എന്താ പോണത്? ജലവും സാൾട്ടും അല്ലേ, വാട്ടറും സാൾട്ടും എന്താണ് മുകളിലേക്ക് മാത്രം ട്രാൻസ്പോർട്ട് ചെയ്യാൻ മാത്രം സാധിക്കുള്ളൂ. താഴത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യില്ല കേട്ടോ, ഒരിക്കലും താഴത്തേക്ക് തിരിച്ചിറങ്ങി വേരിലൂടെ വെള്ളം പോകൂല, മുകളിലേക്ക് മാത്രം പോവുള്ളൂ. ആ മുകളിലേക്ക് പോകാനായിട്ട് അതിനെ സഹായിക്കുന്നത് ട്രാൻസ്പിരേഷൻ മനസ്സിലായില്ലേ? നമ്മുടെ ലീഫിൻ്റെ സ്റ്റൊമാറ്റയിലെ ഓപ്പണിൽ കൂടിയൊക്കെ ജലനഷ്ടം സംഭവിക്കുക. അപ്പം അങ്ങനെയൊക്കെ എന്ത് സംഭവിക്കും? അവിടെ ഒരു പ്രഷർ രൂപപ്പെടും. ആ പ്രഷർ മൂലമാണ് എന്ത് ഈ മുകളിലേക്ക് ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. താഴത്തേക്ക് വെള്ളം ഒരിക്കലും പോകില്ല, താഴത്തേക്ക് വെള്ളം ഇറങ്ങി വരില്ല. വൺ വേഡ് ഡയറക്ഷൻ മാത്രമാണ്. മനസ്സിലായി? അതെങ്ങനെയാണ് വൺ വേഡ്? ഒരു ഡയറക്ഷൻ, യൂണി ഡയറക്ഷനിലാണ്, മുകളിലേക്ക് മാത്രമാണ് വെള്ളം പോവാം. ഇനി ഫ്ലോയത്തിൻ്റെ അങ്ങനെ പറ്റുമോ? ആഹാരമാണ് അല്ലേ, താഴത്തേക്കും മുകളിലേക്കൊക്കെ മൂവ്മെൻറ്റ്സ് വേണം. അപ്പോൾ ഫ്ലോയത്തിൽ അങ്ങനെ ഇല്ല, യൂണി ഡയറക്ഷനിലല്ല, എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും, താഴത്തേക്കും മുകളിലേക്കൊക്കെ മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. പക്ഷെ സൈലത്തിൽ മുകളിലേക്ക് മാത്രമേ ട്രാൻസ്പോർട്ട് സാധ്യമുള്ളൂ, യൂണി ഡയറക്ഷനലാണ്. ഓക്കെ, ഒരു വശത്തേക്ക് മാത്രമേ മൂവ്മെൻ്റ് ഉള്ളൂ. ഇനി ഇവരെങ്ങനെയാണ് ഈ വെള്ളവും ജലവും ഒക്കെ ഓരോ ഭാഗത്തേക്ക് എത്തിക്കണേന്ന് നോക്കാം. നമുക്ക് ആദ്യം മനസ്സിലായി സൈലത്തിൽ കൂടിയാണ് ജലവും ഇതും പോണത്. അതെങ്ങനെയാണ് അതിന് സഹായിക്കുന്നത്? ഓസ്മോസിസ്, പിന്നെ റൂട്ട് പ്രഷർ അല്ല, വേരിൽ ചെലുത്തപ്പെടുന്ന ഒരു പ്രഷറുണ്ട്, പിന്നെ കൊഹീഷൻ, അഡീഷൻ, പിന്നെ ഈ പറഞ്ഞ പോലെ സസ്യസ്വേദനം, ട്രാൻസ്പിരേഷൻ. ഈ ട്രാൻസ്പിരേഷൻ, അഡീഷൻ, കൊളീഷൻ, റൂട്ട് പ്രഷർ, ഓസ്മോസിസ്, ഇതൊക്കെ മൂലമാണ് എന്ത് സംഭവിക്കുന്നത്? ഈ സൈലത്തിൽ കൂടി ജലം, ലവണങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ ഫ്ലോയത്തിൽ ഫുഡ് പാർട്ടിക്കിൾ ലീഫിൽ നിന്നും പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ ഫുഡ് എത്തിയെന്ന് വിചാരിക്കാം. ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന നേരത്ത് നമ്മുടെ ഈ സൈലവും ഫ്ലോയും അടുപ്പിച്ചടുപ്പിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സൈലത്തിൽ ആരാളുള്ളത്? ജലം, ലവണമൊക്കെ ഉണ്ടല്ലേ. അപ്പം നമുക്കറിയാം ജലത്തിനൊരു സ്വഭാവമുണ്ട്, സാന്ദ്രത കൂടിയോടത്തുനിന്ന് കുറഞ്ഞോടത്തേക്ക് മൂവ് ചെയ്യും. നമുക്കറിയണ കാര്യമില്ല, അത് സാന്ദ്രത കൂടുതലുള്ളിടത്തുനിന്ന് കുറഞ്ഞോടത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ എങ്ങനെ മൂവ് ചെയ്യും? എവിടെയാണ് സാന്ദ്രത കൂടുതലുള്ളത്? ജലം കൂടുതൽ എവിടെയുള്ളത്? സൈലത്തിലാണ് അല്ലേ. ഫ്ലോയത്തിൽ എന്താണ്? ജലം കുറവാണ്. അപ്പോൾ ഈ സൈലത്തിൽ നിന്നും ജലം എങ്ങോട്ട് പോകും? ഫ്ലോയത്തിലേക്ക് പോകും. സൈലത്തിൽ നിന്ന് ഫ്ലോയത്തിലേക്ക് ജലം പോകും. ഫ്ലോയത്തിൽ ആരുണ്ട്? ഫുഡ് പാർട്ടിക്കിളും ഉണ്ട്. എങ്ങനെയാണ് പോകുന്നത്? ഓസ്മോസിസ് വഴി. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാന്ദ്രത കൂടുതലുള്ളിടത്തു നിന്നും കുറവുള്ളിടത്തേക്ക് ജലം മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഓസ്മോസിസ് എന്ന് പറയുന്നത് ഒരു സെമി പെർമിയബിൾ മെമ്പറിൻ്റെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെ നമ്മളുടെ ജലം തന്മാത്രകൾ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ സൈലത്തിൽ നിന്നും എവിടേക്ക് ജലം എത്താണ്? ഫ്ലോയത്തിലെത്താണ്. അപ്പോൾ ഫ്ലോയത്തിൽ എന്തായി? പ്രഷർ കൂടിയല്ലേ അല്ലേ. അപ്പോൾ ഈ പ്രഷർ മൂലം എന്ത് സംഭവിക്കും? ഈ ഫുഡ് പാർട്ടിക്കിൾ എവിടേക്ക് എത്തും? ലീഫിലേക്കും, അല്ലെങ്കിൽ എവിടേക്കാണോ ഫുഡ് പാർട്ടിക്കിൾ കുറവുള്ളത് അവിടേക്ക് നമ്മുടെ പ്ലാന്റിൻ്റെ ആ ഫുഡ് പാർട്ടിക്കിൾ കുറവുള്ളിടത്തേക്ക് ഈ ഫുഡ് എത്താനായിട്ട് സഹായിക്കും. മനസ്സിലായോ? അങ്ങനെയാണ് ഇവ ഫുഡ് മറ്റു പ്ലാന്റിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മുടെ ഫ്ലോയത്തിൽ ഫുഡ് പാർട്ടിക്കിൾ ഫുഡ് പാകം ചെയ്തത് എവിടേക്ക് എത്തിയിട്ടുണ്ട്? ഫ്ലോയത്തിൽ എത്തിയിട്ടുണ്ട്. ഈ ഫ്ലോയത്തിൽ എന്താണ്? ജലം കുറവാണ്. അപ്പം എന്ത് ചെയ്യും? ഓസ്മോസിസ് വഴി, ഓസ്മോസിസ് എന്ന് പറഞ്ഞില്ലേ, മനസ്സിലായില്ലേ? സാന്ദ്രത കൂടുതലുള്ളിടത്തുനിന്ന് കുറവുള്ളിടത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ സാന്ദ്രത കൂടുതൽ എവിടെയാണ്? ജലത്തിൻ്റെ അളവ് കൂടുതൽ എവിടെയാണ്? സൈലത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സൈലത്തിൽ നിന്നും ജലം എവിടേക്ക് എത്തും? ഫ്ലോയത്തിലേക്ക് എത്തും അല്ലേ. അപ്പോൾ ഫ്ലോയത്തിൽ ആരൊക്കെ ഉണ്ട്? ഈ ഫുഡ് പാർട്ടിക്കിളും ഉണ്ട്, ഇപ്പം ജലവും കൂടി വന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുകയാണ്? പ്രഷർ കൂടാണ്. ആ പ്രഷറിനെ പറയുന്ന പേരാണ് ടർഗർ പ്രഷർ. എന്താണ്? ടർഗർ പ്രഷർ. ആ പ്രഷറും അവിടെ വരാണ്. അപ്പം എന്ത് സംഭവിക്കും? ഈ ഫുഡിന് അവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ പ്ലാന്റിൻ്റെ ഏത് ഭാഗത്തൊക്കെയാണോ ഫുഡ് ആവശ്യമായിട്ടുള്ളത് ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യും? ഈ ഫുഡ് പാർട്ടിക്കിൾ നീങ്ങും. അവർക്കത് വേഗം അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് അവിടെ നിന്ന് അവർക്ക് കിട്ടും. മനസ്സിലായില്ലേ?
ഈ ഫുഡ് എന്താണ്? ഷുഗർ അല്ല കേട്ടാ, സോറി, ഗ്ലൂക്കോസ് അല്ല. നമ്മുടെ പ്ലാന്റ് ഫോട്ടോസിന്തസിസ് ചെയ്തുണ്ടാക്കുന്നത് ആരെയാണ്? ഗ്ലൂക്കോസിനെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്ലൂക്കോസ് എന്തെയും വെള്ളത്തിൽ അലിഞ്ഞു പോകും. അപ്പോൾ ഈ വെള്ളം അവിടെ വന്നാലേ എന്ത് സംഭവിക്കുള്ളൂ? ഈ ഫുഡ് നമുക്ക് പ്ലാന്റിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക്, ആവശ്യമായ ഭാഗങ്ങളിലേക്ക് അതിന് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഫുഡായ ഗ്ലൂക്കോസ് വെള്ളത്തിൽ അലിയുന്നതായാൽ പ്ലാന്റിന് കിട്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും? സൂക്രോസ് ആക്കി മാറ്റും. അപ്പോൾ പ്ലാന്റ് ഏത് രൂപത്തിലാണ് സ്വീകരിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്നാ പറയുക? സൂക്രോസ് രൂപത്തിലാണ് കേട്ടോ സ്വീകരിക്കുന്നത്. ഭക്ഷണം സ്വീകരിക്കുന്ന ഏത് രൂപത്തിലാണെന്ന് ചോദിച്ചാൽ എന്നാൽ സൂക്രോസ് ആണ്. അപ്പോൾ ഈ സൂക്രോസിന് എന്ത് ചെയ്യാണ്? ഈ വെള്ളത്തിൻ്റെ ടർഗർ പ്രഷർ വരുമ്പോൾ ഓരോ ഭാഗങ്ങളിലേക്കും അതിന് വേണ്ടത് രീതിയിൽ അതിന് ലഭിക്കും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോഴാണ് എനിക്കത് മനസ്സിലാവുക നിങ്ങൾക്കത് ഇഷ്ടമാവുന്നുണ്ട്, ഈ രീതിയിലാണ് ഇനിയും ക്ലാസ്സുകൾ ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് ഇനിയും വേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുക. അപ്പോൾ തീർച്ചയായും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഇനി പോരായ്മകളോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഏതെങ്കിലും ഒരു പോർഷൻ ബയോളജിയുടെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഇനിയിപ്പോൾ ഞാനിതിനെക്കുറിച്ച് വായിച്ചൊന്നും കൂടിയും പറഞ്ഞുതരാം. വാട്ടർ എൻ്റർ ദ റൂട്ട് സെൽ ബൈ ഓസ്മോസിസ്. അപ്പോൾ റൂട്ട് വഴി എങ്ങനെയാണ് വെള്ളം ചെടികളിലേക്ക് എത്തുന്നത്? ഓസ്മോസിസ് വഴിയാണ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? സെമി പെർമബിൾ മെമ്പറിനിലൂടെ ചെല്ലാം. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും. പുറത്തെന്താണ്? വെള്ളത്തിൻ്റെ അളവ് കൂടുതലാവാണ്. അപ്പോൾ സാന്ദ്രത കൂടുതലുള്ളിടത്തു നിന്ന് കുറവുള്ളിടത്തേക്ക് മൂവ് ചെയ്യില്ല. സാന്ദ്രത ഇപ്പോൾ എവിടെ കൂടുതൽ? മണ്ണിലാണ്. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ കുറവല്ലേ? അപ്പോൾ മണ്ണിൽ നിന്ന് എവിടേക്ക് കിടക്കും? റൂട്ടിലേക്ക് വെള്ളം കിടക്കും. To some extent, root pressure helped to the rise of the water that reached the xylem tube. റൂട്ട് പ്രഷറിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി ഈ വെള്ളം എവിടേക്ക് എത്താണ്? നമ്മുടെ സൈലത്തിലേക്ക് എത്താണ്. നമുക്കറിയാലോ ആരാണ് വാട്ടറിനെയും സാൾട്ടിനെയും ട്രാൻസ്ഫർ ചെയ്യുന്നത്? സൈലം. ഒരിക്കലും തെറ്റിക്കരുത് കേട്ടോ അത്. ലൂസ് ഓഫ് വാട്ടർ ഫ്രം ദ ലീവ്സ് ത്രൂ ട്രാൻസ്പിരേഷൻ കോസസ് വാട്ടർ ടു റൈസ് ത്രൂ ദ xylem tubes. The force such as cohesion and addition of water molecules help to this process. അപ്പം നമ്മളുടെ ഈ വാട്ടർ സൈലത്തിലൂടെ പോകാൻ വേണ്ടി സഹായിക്കുന്നത് ഏതൊക്കെ പ്രഷറുകളാണ്? എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയണം? ഓസ്മോസിസ്, റൂട്ട് പ്രഷർ, കൊഹീഷൻ, അഡീഷൻ ആൻഡ് ട്രാൻസ്പിരേഷൻ. ഈ പ്രക്രിയകളൊക്കെ സസ്യത്തിൻ്റെ മുഖാന്തരം നമ്മൾ റൂട്ടിൽ കൂടി നമ്മുടെ വെള്ളം അല്ലെങ്കിൽ സാൾട്ടൊക്കെ എവിടേക്ക് എത്തണം? മുകളിലേക്ക് പോവാണ്. സൈലത്തിൽ മുകളിലേക്ക് മാത്രം പോവുള്ളൂ കേട്ടോ, താഴത്തേക്ക് വരില്ല. എന്താ യൂണി ഡയറക്ഷനിലാണ് നമ്മൾ പറഞ്ഞു. ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ലീഫ് ആസ് ദ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായി ലീഫിൽ ആരുണ്ടായി? ഗ്ലൂക്കോസ് ഉണ്ടായി. Is the transfer to the seed tubes in the form of sucrose using energy. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഗ്ലൂക്കോസിനെയല്ല ആര് ട്രാൻസ്ഫർ ചെയ്യുക? നമ്മുടെ സൈലത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്യിക്കുക. എന്തിനെയാണ്? ഗ്ലൂക്കോസിനെ നമ്മൾ ആരാക്കി മാറ്റും? സൂക്രോസ് ആക്കി മാറ്റും. എന്നിട്ടാണ് നമ്മുടെ സൈലത്തിൻ്റെ സീഡ്സ് ട്യൂബിൽ കൂടി ഇതിനെ ട്രാൻസ്ഫർ ചെയ്യിക്കാം. പിന്നെ ഈ സൂക്രോസ് കടന്നു പോകാനായിട്ട് സൂക്രോസിന് സീവ്സ് നാളിയിലേക്ക് കടത്തിവിടാനായിട്ട് എന്താണ്? ഊർജം വേണം, എനർജി യൂസ് ചെയ്യണം. എന്നിട്ട് എനർജി യൂസ് ചെയ്തിട്ടാണ് ഈ ലീഫ് ഈ സൂക്രോസിനെ എവിടേക്ക് കടത്തിവിടുന്നത്? സൈലത്തിൻ്റെ സീവ്സ് ട്യൂബിലേക്ക് കടത്തിവിടുന്നത്. The high concentration of sucrose in the sieves tubes causes water to enter there from the adjacent xylem tubes. അപ്പോൾ xylem ട്യൂബ്സിലുള്ള വാട്ടർ എങ്ങോട്ട് വരും? നമ്മുടെ സീവ്സ് ട്യൂബിലേക്ക് വരും. കാരണം എന്താണ്? അവിടെ സൂക്രോസിൻ്റെ കോൺസെൻട്രേഷനാണ് കൂടുതലുള്ളത് അല്ലേ? സൂക്രോസ് ആണ് അവിടെ കൂടുതലുള്ളത്. വാട്ടറിൻ്റെ ലെവൽ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പം നമുക്കറിയാം വാട്ടറിൻ്റെയും ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് എന്ത് ചെയ്യും? വാട്ടർ മൂവ് ചെയ്യും അല്ലേ? അപ്പം സൈലത്തിൽ നിന്നും എവിടേക്ക്? ഫ്ലോയത്തിലേക്ക് വാട്ടർ മൂവ് ചെയ്യും. ദ റിസൾട്ടിങ് ഹൈ ടർഗർ പ്രഷർ. അപ്പം അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാവും? ടർഗർ പ്രഷർ ഉണ്ടാവും. അപ്പോൾ ടർഗർ പ്രഷർ എന്താണെന്ന് ചോദിച്ചാലും എഴുതണം. എന്താണ്? സൂക്രോസ് ഹൈ ആയിരിക്കും എവിടെ? ഫ്ലോയത്തിൽ. അപ്പോൾ അത് മുഖാന്തരം
സൈലത്തിൽ നിന്നും വാട്ടർ എവിടേക്ക് എൻ്റർ ചെയ്യും, ഫ്ലോയത്തിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ ഉണ്ടാവുന്ന ആ പ്രഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ടർഗർ പ്രഷർ എന്ന് പറയുന്നത്. Enable the conduction of sucrose through the sieves tubes. ഈ ടർഗർ പ്രഷർ കാരണം എന്ത് ചെയ്യും, സീവ്സ് ട്യൂബിലുള്ള സൂക്രോസ് എന്ത് ചെയ്യാണ്, നമ്മുടെ പ്ലാന്റിൻ്റെ ആവശ്യമുള്ള ഭാഗത്തേക്കൊക്കെ എത്താനായിട്ട് സഹായിക്കും. എൻട്രി ഓഫ് സൂക്രോസ് ടു ദ സെൽസ്. അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെ സെൽസിലും എവിടെയൊക്കെയാണോ സൂക്രോസിന് ആവശ്യമുള്ളത് അത്രയ്ക്കും സൂക്രോസിന് അവിടേക്ക് ഈ ഒരു ടർഗർ പ്രഷർ മൂലം സീവ്സ് ട്യൂബ്സിലൂടെ എത്താനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്ലാന്റിൽ ട്രാൻസ്പോർട്ട് നടക്കുന്നതെന്ന്, സംവഹനം നടക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? Haven't you noticed the water droplets that are one of the margin of the leaves of some plants in the early morning? What is the reason? Find out. അപ്പോൾ നമ്മൾ ചില മിക്ക സസ്യങ്ങളുടെയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, അതിൻ്റെ മാർജിനിൽ, അതിൻ്റെ തുഞ്ചത്തായിട്ട് ഇലകളുടെ എരുക് ഭാഗമില്ലേ, അതിനെയാണ് മാർജിൻ എന്ന് പറയാം. അവിടെ വെള്ളത്തുള്ളികളെ കാണാൻ പറ്റും, ചിത്രത്തിൽ കണ്ടില്ലേ, ആ എരുകുകൾ, അതിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയാം കേട്ടോ. അപ്പോൾ അത് വെള്ളത്തുള്ളികൾ കാണാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്തായിരിക്കും കാരണം പറഞ്ഞു നോക്കിയേ. നമുക്കറിയാം സൈലത്തിലൂടെ എന്താണ്, യൂണി ഡയറക്ഷനിലാണ് വാട്ടർ അല്ലേ, വാട്ടർ ഫ്ലോ നടക്കുന്നത്, താഴത്തേക്ക് പോരൂല, മുകളിലേക്ക് തന്നെയായിരിക്കും പോവുക അല്ലേ. അപ്പം ജലത്തിൻ്റെ അളവ് കൂടുതലുള്ള സമയങ്ങളിൽ എന്ത് സംഭവിക്കും, ഈ ജലം ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കും അല്ലേ സൈലത്തിലേക്ക്. അപ്പം ലീഫിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്ലാന്റിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആ സമയത്ത് കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ ഈ ലീഫിൻ്റെ അറ്റത്തറ്റത്ത് എന്ത് കാണാം, ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങളിൽ കൂടി ഈ വാട്ടറിന് എന്ത് ചെയ്യാണ്, പുറത്ത് കളയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ ശരീരത്തിൽ കൂടുതൽ വാട്ടർ ആവുമ്പോൾ ഈ ഒരു പ്രക്രിയയിലൂടെ അവ പുറത്തേക്ക് കളയാണ്. അതിനെ പറയുന്ന പേരാണ് ഗട്ടേഷൻ. എന്താണ് ഗട്ടേഷൻ? ഓക്കെ, സുഷിരങ്ങളിലൂടെ ജലം പുറത്തേക്ക് തള്ളുന്നതിനെയാണ് ഗട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലാന്റിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്താണ്, ജലത്തിൻ്റെ ഒരളവ് ഏകദേശമായിട്ട് ക്രമീകരിച്ച് നിർത്താനായിട്ട് ഇത് സഹായിക്കും. താങ്ക് യു.